ഹാ ഡിയേഴ്സ്, അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം കേട്ടോ. അവിയലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ കുറേയേറെ പച്ചക്കറികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവിയലാകുമ്പോൾ പച്ചക്കറിയൊക്കെ കുറച്ച് വലുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, തീരെ ചെറുതാവരുത്. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പച്ചക്കറികളെല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പച്ചക്കറിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനുള്ള പാകത്തിന് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയെല്ലാം ഒന്ന് യോജിപ്പിക്കണേ. അപ്പോൾ ഈ പച്ചക്കറിയിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. സ്റ്റീലിൻ്റെ പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും 2 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അരപ്പെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തൈരൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തത് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിക്കണം. വേവിച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പം നമ്മൾ രുചികരമായിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും